CGL 2018 പ്രീയിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് CGL 2025 ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തുള്ള 2 ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഡിക്രീസിങ് 120/X% ഗിവ്സ് എ സെയിം റിസൾട്ട് ആസ് ഇൻക്രീസിങ് 40/X%, then X% of 210 is what percent less than X plus 20% of 180? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എങ്ങനെ ഏറ്റവും വേഗത്തിൽ ആൻസർ ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഡിക്രീസിങ് 120/X% ഒരു സാധനം കുറയ്ക്കുമെന്ന് പറഞ്ഞാൽ അതെന്താവും, ആ വാല്യൂവിൻ്റെ 100 - X% ആവും. ഇപ്പോൾ ഒരു സാധനം 20% കുറയ്ക്കുമെന്ന് പറഞ്ഞാൽ അത് ആ സാധനത്തിൻ്റെ 80% ആവും. എല്ലാ സാധനവും അതിൻ്റെ എന്താണ് 100%. അപ്പോൾ 120 എന്ന് പറഞ്ഞാൽ 120ൻ്റെ 100%. അതിനെ എന്ത് ചെയ്യുന്നു, X% കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സെയിം റിസൾട്ട് കിട്ടും. ആസ് ഇൻക്രീസിങ് 40/X%, ഒരു സാധനം X% കൂട്ടുമെന്ന് പറഞ്ഞാൽ അതെന്താവും, അതിൻ്റെ 100 + X% ആവും. ഒരു സാധനം 10% കൂട്ടുമെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ 110% ആവും. 40ൻ്റെ 100%. അതിൻ്റെ കൂടെ X% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 40 × 100 + X വരും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം 120 × 100 - X = 40 × 100 + X. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതാം. 100 + X / 100 - X എന്ന് പറഞ്ഞാൽ എന്ത് വരും, 100 + Xൻ്റെ കൂടെ കിടക്കുന്നത് ആരാണ്, 40 അത് 100 - X 40 ഇവിടെ വരുന്നു, 120 ഇവിടെ വന്നു, ഡയറക്റ്റ് എന്ത് ചെയ്യാം 3 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, പിന്നെ അത് Xൻ്റെ വാല്യൂ വേണം. അപ്പോൾ Xൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ 100, ഇവിടെ 300. അപ്പോൾ 300 ഇവിടെ റൈറ്റ് സൈഡിൽ 300 ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ 100 ഉണ്ട്. 300 - 100 200 = ഇവിടെ X ഉണ്ട്, ഇവിടെ -3X ഇപ്പുറത്ത് വരുമ്പോൾ +3X. അപ്പോൾ X ഉം 3X ഉം 4X. അപ്പോൾ Xൻ്റെ വാല്യൂ 200/4 50 കിട്ടുന്നു. ഏറ്റവും സ്റ്റെപ്പ് കുറച്ച് എഴുതുക. അപ്പോൾ Xൻ്റെ വാല്യൂ എത്രയാണ്, 50 ആണ്. അപ്പോൾ ഇവിടെ X% കഴിഞ്ഞാൽ 50% ആണ്. ദെൻ 50% 210 105 ആണ്. 105 എന്ന് പറയുന്നത് വാട്ട് % ലെസ് ദാൻ. അപ്പോൾ 105 എന്ന് പറയുന്നത് വാട്ട് % ലെസ് ദാൻ X + 20 70% ഓഫ് 180. 10% 180യുടെ 18 ആണ്. 17 126. അപ്പോൾ 126 21 വെച്ചിട്ടുമ്പോൾ 5. ഇത് 6 ആണ്. 6ൽ നിന്ന് എന്താണ്, 6ൽ നിന്ന് എത്രയാണ് കുറവ്, 1 ആണ് കുറവ്. 6ൽ നിന്നും 1/6 എന്ന് പറഞ്ഞാൽ 16 2/3% ആണ്. അപ്പോൾ എത്ര കുറച്ച് എഴുതാൻ പറ്റുമോ നിങ്ങൾ അത്രയും കുറച്ച് എഴുതുക. അപ്പോൾ ഈ പെർസെൻറ്റേജ്, ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ പെർസെൻറ്റേജിൻ്റെ കംപ്ലീറ്റ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കണ്ട് ഇത് സെറ്റാക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വെൻ ദ പ്രൈസ് ഓഫ് ആൻ ഐറ്റം was reduced by 20%, then the sale was increased by X%. If there is an increase of 60% in the receipt of revenue, then the value of X. അപ്പോൾ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈസ് ഇൻറ്റു സെയിലാണ്. പ്രൈസും സെയിലും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് റവന്യൂ കിട്ടുന്നത്. പ്രൈസ് എന്ത് ചെയ്തു, 20% കുറഞ്ഞു. 20% 1/5 ആണ്. പ്രൈസ് എന്തായി, 5ൽ നിന്ന് 4 ആയി. സെയിൽ എന്ത് ചെയ്തു, X% ഇൻക്രീസ് ചെയ്തു. അത് എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ എയിൽ നിന്നും B എന്ന് പറയുന്നു. അപ്പോൾ ടോട്ടൽ ഇൻക്രീസ് എത്രയാണ്, 60% ആണ്. അപ്പോൾ ടോട്ടൽ ഇൻക്രീസ് 60% എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, 3/5 ആണ് 60%. അതായത് 5 എന്നുള്ളത് എത്രയായി, 8 ആയി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എഴുതാം. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന ആൾക്കാരുണ്ട്. എന്ത് ചെയ്യാം, റെഡ്യൂസ്ഡ് ബൈ 20%, 5ൽ നിന്നും 4 ആയി. പിന്നെ ഇതിൻ്റെ വാല്യൂ നമുക്ക് അറിഞ്ഞൂടാ, സെയിലിൻ്റെ വാല്യൂ അറിഞ്ഞൂടാ. ഇതിൻ്റെ എഫക്റ്റ് ആണെന്ന് പറയുന്നത് 60% കൂടി. അപ്പോൾ 5 എന്നുള്ളത് 8 ആയി. ഇങ്ങനെ എഴുതുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് A/B എഴുതാം. ഡയറക്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിനെ എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുക. ഇവിടെ 4 വരും, ഇവിടെ 5 വരും. നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത് എങ്ങനെയാണ്, 5/5 8/4 അങ്ങനെയാണ് കിട്ടുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇവിടുത്തെ വാല്യൂ സെയിൽ എന്ന് പറഞ്ഞാൽ റവന്യൂ ബൈ എന്താണ്, പ്രൈസാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇത് കണ്ടുപിടിക്കാം. 5 ഇങ്ങോട്ട് പോവും, 4 ഇങ്ങോട്ട് വരും. ഒരു 5ഉം പോയി 1:2 നമുക്ക് റേഷ്യോ കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്, 1ൻ്റെ സ്ഥാനം 2 ആയി. അതായത് നമ്മുടെ സെയിൽ എന്ത് ചെയ്തു, സെയിൽ ഇൻക്രീസ്ഡ് ബൈ 1 കൂടിയത്. എത്രയല്ലോ, 1ൽ 100% എന്ത് ചെയ്യണം, ഇത് കൂടും. ഓപ്ഷൻ എ ആൻസർ കൊടുക്കാം. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് എങ്ങനെ വേഗത്തിൽ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് ഓഫ് ഐറ്റം കുറഞ്ഞു, സെയിൽ X% ആയി, ദർ ഇസ് എൻ ഇൻക്രീസ് വന്നു. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് എഴുതാം, ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 5ൽ നിന്ന് 8 ആയി. നമുക്ക് ഇത് ഇടയ്ക്കുള്ള ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യണം, മറ്റേതിനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റെഡ്യൂസ്ഡ് ബൈ 20%, 5 4 ആയി. അപ്പോൾ 4 ഇവിടെ വരും, 5 ഇവിടെ വരും. അപ്പോൾ 4ൽ നിന്ന് 8 ആയി. അപ്പോൾ 1ൽ നിന്ന് 2 ആയി. അതായത് 100% ഇൻക്രീസ് ചെയ്തു. ഇത്രയും എഴുതി തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പെർസെൻറ്റേജിൻ്റെ ബേസിക് ക്ലാസ് കാണണം. അത് കാണുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് സ്പീഡിൽ തന്നെയാണ് എടുത്തത്. എക്സാം എഴുതാൻ പോകുന്നവർ ഇങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഈ സീരീസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ 2 ക്വസ്റ്റ്യനൊക്കെ വെച്ചുള്ള സീരീസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയുക. നമ്മളതും ഉൾപ്പെടുത്തുന്നതായിരിക്കും. താങ്ക് യു.